മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അന്തരിച്ചിരിക്കുന്നു. ബാരാമതിയിൽ ഉണ്ടായ വിമാന അപകടത്തിലാണ് അജിത് പവാറിന്റെ അന്ത്യം. രാവിലെ 8:45 അജിത് പവാർ സഞ്ചരിച്ച പ്രത്യേക വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ച 5 പേരുടെയും മരണം ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. പവാറിനൊപ്പം ഉണ്ടായിരുന്നത് ഒരു PSOയും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റുമായിരുന്നു. കൂടാതെ വിമാന ജീവനക്കാരായിട്ടുള്ള ഈ വിമാനം പറത്തിയിരുന്ന പൈലറ്റ് ഉൾപ്പെടെ 2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ 5 പേരുടെ മരണമാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി ടെലിഫോണിൽ സംസാരിക്കുകയും ഈ വിമാന അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. സാഹചര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. ഇരു നേതാക്കളും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ചു. കൊല്ലപ്പെട്ട അജിത് പവാറിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ ബാരാമതിയിലെ GMC ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ അപകടം പറ്റുന്ന ഘട്ടത്തിൽ തന്നെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പ്രാഥമികമായ ചികിത്സ അദ്ദേഹത്തിന് നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാരണം ക്രാഷ് ലാൻഡിംഗ് ആയതിനാൽ അത്രത്തോളം വലിയൊരു അപകടമാണ്. വിമാനം പൂർണ്ണമായി കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ തന്നെ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് കാണിക്കാൻ കഴിയുന്നതാണ്. ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് തൊട്ടുന്നുണ്ട്. ശ്രീകാന്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അമിത്ഷായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് ഇതിൻ്റെ സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി വിലയിരുത്തിയതായി മനസ്സിലാക്കാൻ കഴിയും. ഗൗതം, രാജ്യത്തിൻ്റെ ഗതി നിർണയിക്കുന്ന ബജറ്റ് സെഷനാണ് നടക്കാൻ പോകുന്നത്. ആ ബജറ്റ് സെഷന് ഇടയിലാണ് ഈ ദാരുണമായ വാർത്ത പുറത്തേക്ക് വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ടെലിഫോണിൽ ബന്ധപ്പെട്ട് അതിൻ്റെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ആരായുകയും ചെയ്തു. DGCAയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രസ്താവന അല്പസമയത്തിനകം എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്ന് സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ബാരാമതിയിലെ GMC ആശുപത്രിയിലാണ് ഈ ഭൗതിക ശരീരം, അജിത് പവാറിൻ്റെതടക്കമുള്ള മരിച്ച ആളുകളുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത്. പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം ഇതിനോടകം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഒരുപക്ഷെ ലോക്സഭയിലും മുൻ ലോക്സഭാംഗം കൂടിയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു സാഹചര്യം സ്പീക്കറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സുപ്രിയ സുലെ അദ്ദേഹത്തിൻ്റെ ശരത് പവാറിൻ്റെ മകളാണ്. ഇപ്പോൾ സുപ്രിയ സുലെ ബാരാമതിയിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അജിത് പവാറിൻ്റെ ഭാര്യ ഡൽഹിയിലായിരുന്നു, സുനേത്ര. അവർ അവിടേക്ക് തിരിച്ചു. അതോടൊപ്പം പാർത്ത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ബാരാമതിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു ദുരന്തം ആയിരുന്നു ഇത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ ശരത് പവാറിനൊപ്പം ചേർന്ന് ആ കുടുംബത്തിൻ്റെ അടിത്തറ ഭദ്രമാക്കുന്നതിന് വേണ്ടി പൂനെ, സത്താറ, പിംപ്രി ചിഞ്ചുവാഡൊക്കെ ഉൾപ്പെടുന്ന ആ ബെൽറ്റിൽ, വിദർഭ മേഖലയിലൊക്കെ തന്നെ അവരുടെ പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കുടുംബം ഒന്നാകെ ഒരുമിച്ച് വരുന്ന സന്തോഷകരമായ ഒരു സാഹചര്യം അവരുടെ ആ കുടുംബത്തിലുണ്ടായി, പവാർ കുടുംബത്തിലുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയഭേദകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉപമുഖ്യമന്ത്രിയായി പദവിയിൽ തുടരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിക്കുന്നത്. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വ്യക്തി കൂടിയാണ് അജിത് പവാർ. ആ അജിത് പവാറിനെ ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും ആശ്രയിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചിടത്തോളവും മഹായുതിയെ സംബന്ധിച്ചും ഒക്കെ തന്നെ എന്തു വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതില്ല. ഇനി മറ്റൊന്ന്, മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മുംബൈ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അത് ശിവസേന അടക്കം ഉണ്ടായിരുന്ന സമയത്തും അവിടം കേന്ദ്രീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, എന്നാൽ അതിന് പുറത്തേക്ക് ഈ പഞ്ചസാര കർഷകരുടെ, കർഷക തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ ഉള്ള ആ മേഖലകളിലൊക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയ നേതാവാണ് അദ്ദേഹം. ഈ പഞ്ചസാര
കർഷകരുടെ സഹകരണ സംഘത്തിന്റെ നേതാവായിക്കൊണ്ടാണ് അദ്ദേഹം വളർന്നു വരുന്നത്. അവിടെ നിന്നും പിന്നീടാണ് നിയമസഭാ അംഗവും ലോക്സഭാ അംഗവും ഉപമുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയും ഒക്കെയായി അദ്ദേഹം മാറുന്നതും. അങ്ങനെ പയറ്റിത്തെളിഞ്ഞ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ മെയ്വഴക്കം വന്ന രാഷ്ട്രീയക്കാരനായിരുന്നു അജിത് പവാർ. ആ മനുഷ്യനെയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും മഹാരാഷ്ട്രയ്ക്ക് ഈ ദിനം നെഞ്ചിടിപ്പോടെ ഹൃദയഭേദകമായ വാർത്തയായി മാത്രമേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയെ കേൾക്കാൻ സാധിക്കൂ. BJPക്കും NDAയ്ക്കും മഹായുതിക്കും അത് വലിയ തകർച്ചയാണ്, തളർച്ചയാണ്. പവാർ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള കരുത്ത് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കൂ. കാരണം ആ കുടുംബം ഒന്നാകെ ഒരുമിച്ച് വരുന്ന ഒരു കാഴ്ച നമ്മൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു. വലിയ പ്രതീക്ഷ അതിൽ ഉണ്ടായിരുന്നതുമാണ്. മകളേക്കാൾ അനന്തരവനാണ് കരുത്ത് എന്ന് ശരത് പവാർ തിരിച്ചറിഞ്ഞ് 2026 ആ ബാറ്റൺ അനന്തരവന് തന്നെ എന്ന് ശരത് പവാർ ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് നിലവിൽ അജിത് പവാറിന്റെ വിയോഗം സംഭവിക്കുന്നത്. അത് ക്രാഷ് ലാൻഡിങ്ങിലൂടെയാണ് ഈ സംഭവം ഉണ്ടായത്. അത് ദൃശ്യങ്ങൾ കണ്ടാൽ ഗൗതം അറിയാം. ആ വാർത്ത വന്നപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു അത് എന്തായിരിക്കും വരാൻ പോകുന്ന തൊട്ടടുത്ത വാർത്തയെന്ന്. കാരണം വിമാനം ക്രാഷ് ലാൻഡ് ചെയ്ത് തകർന്ന് വീണ് അത് കത്തി അമർന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. മുൻപും നമ്മൾ പല തരത്തിൽ ഈ വിമാനാപകടങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായും അത് മുൻപും കണ്ടിട്ടുള്ള മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് അടുത്ത വരാൻ പോകുന്ന വാർത്ത എന്താണെന്ന് വ്യക്തമാണ്. വല്ലാത്ത ഒരു ദിവസം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ ശ്രീകാന്ത്, ഐസൺ ജോസ് കൂടി ചേരുകയാണ്. ഐസൺ, ഈ വിമാന അപകടം രാവിലെ 8:45 ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വിമാനത്തിൽ ഉണ്ടായിരുന്ന 5 പേരുടെയും മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകട കാരണം എന്താണ് എന്നതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ ഐസൺ? ഗൗതം, അപകട കാരണം സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം, അതിൻ്റെ അസസ്മെൻറ്റ് തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വിമാനത്തിൻ്റെ ആ അവസ്ഥ, വിമാനം ഏത് രീതിയിലാണുള്ളത്, അത് കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണുള്ളത്, സ്വാഭാവികമായും അത്തരത്തിലുള്ള വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ അപകട സാധ്യത ഇപ്പോൾ ആ കണ്ടീഷനിൽ, അതായത് അവിടെ തന്നെ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുമ്പോൾ ആ അവശിഷ്ടങ്ങൾ ഏത് രീതിയിലാണ്, അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ അനുബന്ധ സംവിധാനങ്ങളിലെ തകരാറുകൾ എന്താണെന്നൊക്കെ പ്രാഥമികമായി അറിയുന്നതിന് അടിയന്തരമായ പരിശോധന ആവശ്യമുണ്ട്. ആ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര കണ്ട് ഇതിൻ്റെ തകർച്ച സംഭവിച്ചിട്ടുണ്ട്, ഇതിൻ്റെ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് സംബന്ധിച്ച ഒരു പ്രാഥമിക വിവരം വരുമ്പോൾ പ്രാഥമികമായും ഏതാണ് ഇതിൻ്റെ തകരാറിന് കാരണമായത്, അല്ലെങ്കിൽ വിമാനം തകരാൻ കാരണമായത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. അത്തരത്തിലുള്ള വിവരങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധനകളാണ് നടക്കുന്നതെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിക്കുകയും ചെയ്തു. 5 പേർ മരിച്ചു എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കൃത്യമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അജിത് പവാറിനൊപ്പം സഞ്ചരിച്ചിരുന്ന അംഗരക്ഷകരും ഉൾപ്പെടെയുള്ളവരാണ് മരണപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഈ മരണം സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ അപകടം സംബന്ധിച്ച കാരണം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 7 മണിയോടുകൂടി ഞാൻ ഐസണിലേക്ക് എത്താം. ഇപ്പോൾ കേണൽ ഡിന്നി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കേണൽ ഡിന്നി, ഇന്നിപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഈ പ്രഭാതത്തിൽ വന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഇനിയില്ല, അദ്ദേഹം ഓർമ്മയായിരിക്കുന്നു. അങ്ങ് എങ്ങനെയാണ് ഈ വിമാനാപകടത്തെ നോക്കിക്കാണുന്നത്? കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരം അപകടങ്ങൾ ഏതാണ്ട് 7 മാസങ്ങൾക്ക് മുമ്പാണ് ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി മറ്റൊരു വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നു. ഇപ്പോൾ അജിത് പവാറിന്റെ മരണം സംഭവിക്കുന്നു. അങ്ങ് എങ്ങനെ ഇത്തരം സംഭവങ്ങളെ നോക്കിക്കാണും? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. തീർച്ചയായിട്ടും രാജ്യത്തിനെ സംബന്ധിച്ചോളം ഒരു പൊളിറ്റിക്കൽ ലീഡർ അദ്ദേഹം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനും അദ്ദേഹം നഷ്ടപ്പെടുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ളത്, വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ ഏവിയേഷന്റെ ഈ ഒരു ആക്സിഡന്റ് ഇപ്പം നടന്നിട്ടുള്ളത്, അതിന്റെ ഡീറ്റെയിൽസ് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എക്സാക്ട്ലി എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷെ അങ്ങ് പറഞ്ഞ പോലെ കഴിഞ്ഞ വളരെ കുറച്ച് നാൾ മുമ്പ് ഗുജറാത്തിൽ വലിയൊരു ആക്സിഡന്റ് നടന്നിരുന്നു. അപ്പം ഏവിയേഷന്റെ അത് കഴിഞ്ഞിട്ട് ധാരാളം അവർ ചെക്സ് ആൻഡ് ബാലൻസസ് ഒക്കെ വെച്ച് കൊണ്ടുവന്നിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇതുപോലുള്ള VIP ട്രാവൽ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ചില സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കിയിരുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എൻക്വയറിയിൽ കൂടെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. പക്ഷെ വളരെ അൺഫോർച്ചുനേറ്റ് ആണ് ഇത്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു അസസ്മെന്റിലേക്ക് എത്തുന്നത് വളരെ ഒരു
ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല. അതിന്റെ DGC ഓൾറെഡി അതിന്റെ ഒരു എൻക്വയറി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അനൗൺസ്മെന്റ് എൻക്വയറിയുടെ അറ്റ്ലീസ്റ്റ് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷെ വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണത്. ഓക്കെ, വളരെ നന്ദി കേണൽ ഡിന്നി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതുമായിട്ടുള്ള വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നത്. ബാരാമതിയിൽ വിമാന അപകടത്തിൽ മഹാരാഷ്ട്രയുടെ 8ാമത്തെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ മരണപ്പെട്ടിരിക്കുകയാണ്. 8:45 ഉണ്ടായ വിമാന അപകടം. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന പ്രത്യേക വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുകയായിരുന്നു. വിമാനം പൂർണ്ണമായി തന്നെ കത്തി നശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മരണം സ്ഥിരീകരിച്ചുകൊണ്ട് DGCAയുടെ സ്ഥിരീകരണം അല്പസമയങ്ങൾക്ക് മുൻപ് സംഭവിച്ചിരുന്നു. ഐസൺ ജോസഫ് തുടരുന്നുണ്ട്. ഐസൺ, നേരത്തെ നമ്മൾ ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയമാണ് ചർച്ച ചെയ്തത്. ഒപ്പം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ ഒരു വിടവാണ് അജിത് പവാറിൻ്റെ വിയോഗം രൂപപ്പെടുത്തുന്നത്? തീർച്ചയായും ഗൗതം, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി തന്നെ മരണം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഗൗരവമേറിയൊരു സാഹചര്യം ആ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന മണ്ഡലം ആരംഭിക്കുന്നത് തന്നെ സഹകരണ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള അല്ലെങ്കിൽ സഹകരണ കോപ്പറേറ്റീവ് കരിമ്പ് കർഷകരുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ അനുബന്ധമായ രീതിയിലുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. പിന്നീട് തുടർച്ചയായി പലതവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പലതവണ കൃഷിമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് പല പദവികളും വഹിക്കുകയും 8ാമത്തെ ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 66 വയസ്സിനിടെ കൃത്യമായ ഒരു രാഷ്ട്രീയ വിജയം നേടിയെടുക്കാൻ സാധിച്ചിരുന്നൊരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇടപെടലുകൾ വളരെ കൃത്യവും നിശ്ചയദാർഢ്യം നിറഞ്ഞതുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇടപെടലുകൾ ഈ പ്രത്യേകിച്ച് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വിഭാഗമായി പ്രവർത്തിക്കുക, അത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഈ പാർട്ടി തന്നെ ഉണ്ടാകുന്നത് അടിസ്ഥാനപരമായി ഈ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തന്നെ ഉണ്ടാകുന്നത് കോൺഗ്രസുമായുള്ളൊരു ഭിന്നതയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭിന്നതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു പൊതു ദേശീയ ബോധത്തിൻ്റെ അടിസ്ഥാനം തന്നെയായിരുന്നു. നമുക്കറിയാവുന്നതാണ് ശരത് പവാർ ഇത്തരത്തിലൊരു പാർട്ടി രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ശരത് പവാർ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകാനുള്ളൊരു തീരുമാനമെടുക്കുന്നത് സോണിയാഗാന്ധിക്ക് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുള്ള പ്രദേശത്തു നിന്ന് ഒരു ഭൂമിപുത്രനെ കണ്ടെത്താൻ നിങ്ങൾക്കായില്ലേ എന്ന ചോദ്യമായിരുന്നു കൃത്യമായും ഉന്നയിച്ചത്. അത് ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അടിസ്ഥാനപരമായി ആ രക്തത്തോട് അലിഞ്ഞു ചേർന്ന മണ്ണിൻ്റെ പണമുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ, ശരത് പവാറിൻ്റെ പ്രവർത്തനങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ അതേ രീതി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരമ്പര്യം, ആ ഒരു ബോധ്യം, ഒരു ദേശീയ ബോധ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൻ്റെ സ്വത്വബോധത്തിലൂന്നിയ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശീയതയിലൂന്നിയ ഒരു രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞിരുന്നൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചില സൂചനകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിവരങ്ങളും നമുക്ക് കൃത്യമായി ലഭ്യമാക്കാനും സാധിക്കും. അത്തരത്തിൽ കൃത്യമായൊരു ഇടപെടൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിധിവരെ അദ്ദേഹത്തെ നമുക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു മുടിചൂടാമനായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ഇടപെടൽ നടത്തിയിരുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും അദ്ദേഹത്തിനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ 82 മുതലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ആരംഭിക്കുന്നത്. പൂനെ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിലെ തെരഞ്ഞെടുപ്പ്, അത്തരത്തിലുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള സംവിധാനങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ ഏറ്റവും ജനകീയമായ രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്നും വളർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് അദ്ദേഹം വളർന്നു വരികയും ചെയ്തത്. പിന്നീട് 91 അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. 95-ലും 99-ലും 2004-ലും 2009-ലും 2014-ലും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം ഈ കൃഷിമന്ത്രി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൃഷിമന്ത്രി, അത്തരത്തിലുള്ള വിവിധ പദവികൾ അദ്ദേഹം അലങ്കരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഏറ്റവും സുപ്രധാനമായ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ രംഗത്ത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൃത്യമായൊരു ദേശീയ സാന്നിധ്യമായി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു ആശയത്തിൻ്റെ സാന്നിധ്യമായി നിലകൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നത് തന്നെയാണ്. പല തരങ്ങളിലും പല സമയങ്ങളിലും ചില അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ കൂടി കൃത്യമായ രാഷ്ട്രീയ ആശയം മുന്നോട്ട് വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ജനങ്ങളോടൊപ്പം നിന്നിരുന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഈ മരണസമയത്തും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായത്
അതായത് കർഷകർക്ക് വേണ്ടി ഒരു കാർഷിക പരിപാടി, കർഷകരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ഇടപെടുന്നതിന് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള യാത്രക്കിടെ അദ്ദേഹത്തിന് ബാരാമതിയിൽ ഈ അപകടമുണ്ടാവുകയായിരുന്നു. ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 മണിയോടുകൂടി ഈ വിമാനം മുംബൈയിൽ നിന്ന് പുറപ്പെടുകയും ബാരാമതിയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ തകർന്നു വീഴുകയുമാണ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരെ കൃത്യമായി നടന്നിരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. മഹാരാഷ്ട്രയുടെ വികസനത്തിനും അതുപോലെ തന്നെ നേരത്തെ ശ്രീകാന്തൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു പോർട്ട് സിറ്റി അല്ലെങ്കിൽ ഒരു തുറമുഖ നഗരം എന്ന രീതിയിൽ, ഒരു മേജർ പോർട്ട് സിറ്റി എന്ന രീതിയിൽ മഹാരാഷ്ട്രയെ വളർത്തിക്കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ വിജയം ഉറപ്പാക്കുന്നതിന് അല്ലെങ്കിൽ മുംബൈയുടെ വിജയം ഉറപ്പാക്കുന്നതിനും മുംബൈയുടെ പുരോഗതി ഉറപ്പാക്കുന്നതിനും ദയവായി തുടരുക. ഇപ്പോൾ